ഓണ ബമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഓണ ബമ്പറിൽ കാണുന്ന ഓരോ നമ്പറുകളും ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരുപാട് പ്രധാനപ്പെട്ട നമ്പറുകൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കോമ്പോസിറ്റ് നമ്പർ ആയിക്കോട്ടെ, പ്രൈം നമ്പറുകളായിക്കോട്ടെ, 3, 6, 9 ലോജിക്കൽ നമ്പറുകളായിക്കോട്ടെ, ഏത് നമ്പറുകളായാലും ഓണ ബമ്പറിൽ കാണുന്ന ഓരോ ബ്ലോക്കുകൾ, ആ ബ്ലോക്കുകൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഓണ ബമ്പറിന് ഇനി 2 മാസം സമയമുണ്ട് അല്ലേ? സെപ്റ്റംബർ 27-ാം തീയതിയാണ് നറുക്കെടുപ്പ്. പക്ഷേ ഓണ ബമ്പറിൽ കാണുന്ന ആ ബ്ലോക്കുകൾ ഓണ ബമ്പർ വരുന്നതിന് മുന്നേ നമ്മുടെ സാധാരണ ലോട്ടറികളിൽ അടിച്ചു പോകുന്നുണ്ട് 5000-ൽ. അത് സുവർണ്ണ കേരളത്തിലായാലും ശരി, ധനലക്ഷ്മിയിലായാലും ശ്രീശക്തിയിലായാലും ഏതിലായാലും നമ്മുടെ സാധാരണ ലോട്ടറിയിൽ ഓണ ബമ്പറിൽ കാണുന്ന ബ്ലോക്കുകൾ അടിച്ചു പോകുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇത്. ഞാൻ ഇതെടുത്തിട്ട്, ഇത് ഓണ ബമ്പർ ഇറങ്ങി 2-ാം ദിവസം എടുത്ത ടിക്കറ്റാണിത്. 3509 ഞാൻ എടുത്ത ടിക്കറ്റ്. ഞാനത് എടുത്ത് ഇങ്ങോട്ട് വീട്ടിൽ വന്ന് നോക്കലും 3503-ന് 5000 അടിച്ച് പോയിട്ടുണ്ട്. അതും ഇതെടുത്തിട്ട് കറക്റ്റ് ഒരു ദിവസം 2 ദിവസം ബാക്കിലേക്ക് നോക്കിയപ്പോൾ 3503 5000-ൽ അടിച്ച് പോയി. അപ്പോൾ 3503 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട നമ്പറുകളിൽ പെട്ട നമ്പർ തന്നെയാണ്. എന്താ കാരണം വെച്ചാൽ 3, 5, 8, 8-ൽ 3 ലാസ്റ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ 8, 9, 10, 11. അതായത് ഒരു പ്രൈം നമ്പറിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട നമ്പറാണ് 3503 എന്ന് പറയുമ്പോൾ ഒരു 11-ൻ്റെ നമ്പറാണ്. അപ്പോൾ ഒരു പ്രൈം നമ്പർ ലിസ്റ്റിൽ പെട്ടു. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഈ നമ്പർ 35-0 ബ്ലോക്ക് അടിച്ചുപോയി സാധാരണ ലോട്ടറിയിൽ. ഇനിയിപ്പോൾ ഓണ ബമ്പറിൽ ഇനിയിപ്പോൾ 35-0-9 അല്ലെങ്കിൽ 35-03 വരണമെന്നില്ല. എന്താ കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ടിക്കറ്റുകൾ മുന്നേ അടിച്ചു പോകുന്നുണ്ട്, നമ്മുടെ സാധാരണ ലോട്ടറിയിൽ അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഓണ ബമ്പറിൽ കാണുന്ന ബ്ലോക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളിൽ നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട നമ്പറുകളൊക്കെ പറഞ്ഞിട്ടില്ല, ആ പ്രധാനപ്പെട്ട നമ്പറൊക്കെ ഓണ ബമ്പറിൽ കാണുന്നുണ്ടെങ്കിൽ ആ നമ്പറുകൾ കറക്റ്റായിട്ട് നമ്മൾ സാധാരണ ലോട്ടറിയിൽ അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചോ. പിന്നെ ഓണ ബമ്പർ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഓണ ബമ്പർ കഴിഞ്ഞ കൊല്ലത്തെ ഓണ ബമ്പറിൽ ഇങ്ങനെ ഈ പ്രൈം നമ്പറുകൾ, ഞാൻ 3 പ്രൈം നമ്പറുകൾ ആ ബ്ലോക്കുകളിൽ ശ്രദ്ധിച്ച് നോക്കി വയ്ക്കുമോ, കഴിഞ്ഞ കൊല്ലം വന്നിട്ടില്ലാത്ത നമ്പറുകൾ എന്തായാലും ഇക്കൊല്ലത്തിൽ വരാൻ സാധ്യതയുണ്ടാവും. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓണ ബമ്പറിൽ പ്രധാന ഗസ്സിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഒന്നും ചിന്തിക്കാനില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള ടെക്നിക്കുകളിൽ കോമ്പോസിറ്റ് നമ്പറുകളിലൊക്കെ നമ്മൾ ഇപ്പോൾ നോക്കി വെച്ചിട്ടുള്ള നമ്പറുകൾ ഇതുവരെ വരാത്ത നമ്പറുകളുണ്ട്. അപ്പോൾ ഓണ ബമ്പർ എടുക്കുന്നതിനെ തൊട്ട് 2 ആഴ്ച മുന്നേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നമ്പറുകൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പറുകളൊക്കെ എന്തായാലും ഓണ ബമ്പറിലുണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചെടുക്കുക, അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഗസ്സിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓണ ബമ്പർ എടുക്കുന്നവർ ശ്രദ്ധിക്കുക, ഓണ ബമ്പറിലെ കാണുന്ന നമ്പറുകൾ നമ്മുടെ ലോട്ടറിയിലും കൂടി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൈസ് മേടിക്കാൻ പറ്റും. ഓക്കെ.